അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. ഒന്ന് ഈ മലർന്ന് കിടന്നിട്ട് നിസ്കരിക്കുമ്പോൾ കിബിലാക്ക് മുന്നിടേണ്ട റൂപ്പ് എങ്ങനെയുണ്ട്? മലർന്ന് അങ്ങനെ മലം കണക്കിടക്കരല്ലേ, മലം കണക്കിടന്ന് നിസ്കരിക്കുമ്പോൾ ഞങ്ങളെ ജണ്ട് കാല്, അതായത് ഉഷാറില്ലാത്ത അങ്ങല്ലേ കിടക്കര്, അങ്ങനെ നിസ്കരിക്കര്, ജണ്ട് കാലും കിബിലാക്ക് മുന്നിടണു, മുഖവും കിബിലാക്ക് മുന്നിടും. മുഖ കിബിലാക്ക് മുന്നിടണം, തലയുടെ അടിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ആയിട്ടാക്കണോടും. അങ്ങനെ ആയിട്ട് അത് മറിച്ച് മയ്യത്ത് സാധനം അങ്ങനെ മയ്യത്തും ബൈക്കുമ്പോൾ അങ്ങനെ റൂപ്പായിട്ട് മലർന്ന് കട സാധാരണ അങ്ങനെ കിടത്തിരപ്പ തലയുടെ അടിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കിബിലാക്ക് മുന്നിടണം, മുഖത്തെ കിബിലാക്ക് മുന്നിടുക്കും പോലെ ഇതാക്കണം, കിടത്തണം. ഇനി മൗലാഞ്ചി ബൈക്കരെ ആണിങ്ങ കൈക്കാൽക്ക് മൂലാഞ്ചി ബൈക്കോകു പാടില്ല, ഹറാമു. ആണിങ്ങ തലക്ക് മൂലാഞ്ചും പിന്നെ മഞ്ഞൾ കളർ കൊടുക്കാണ്ട്, മഞ്ഞൾ കളർ മുടിക്ക് താടിക്ക് തലക്കല്ല. പക്ഷെ മഞ്ഞൾ ചൊന്നെങ്കിൽ അതൊരു ശരീരത്തിൽ ഇത് ഒലുവാക്കുമ്പോൾ കുലിക്കുമ്പോൾ ഒലുവാക്കുമ്പോഴുള്ള തടയും പോലത്തെ അങ്ങനത്തെ സാധാരണ മഞ്ഞളുണ്ടല്ലോ, അങ്ങനത്തെ ആ മഞ്ഞളിട്ടെങ്ക ചിലപ്പോൾ ഒന്ന് തടയല്ല മൂലാഞ്ചിര പോലെമേ, അങ്ങനെ ആവണം മാത്രം. പിന്നെ ഒന്ന് റിങ് മോതിരാണെങ്കിൽ ചെറിയ ബെർലിക്ക് ബെല്ലി മോന്തറ ഒരു മോന്തരേറ്റിക്കറ് സുന്നത്തായിട്ട് ഇസ്ലാം ചെന്നുറയും. ബെല്ലിയുടെ മോന്തറ അതും ബെല്ലിയുടെ ബാക്കിയെന്തും ബെല്ലിയുടെ മോന്തരല്ലാണ്ട് വേറെ ഏതും ആണിങ്ങു ഇടകു തീട പാടില്ല, ഹറാമായിട്ടിക്കറ്. അതേപോലെ മിഡില് നടൂബെരലുകൾ ഇടകു പാടില്ല. പിന്നെ ചെറിയ വലിയ ഇത് സൈഡ് ബെരലുണ്ടല്ലേ, കുണ്ട ബെരൽ ചൊല്ലുണ്ട്, ആ ബെരലും ഇടകു തീരാ. ഇനി ഹൈല് ഒരു പെണ്ണുക്ക് സ്റ്റോപ്പായ ടൈമു മഗ്രിബു അസർ കഴിഞ്ഞിട്ട് മഗ്രിബു ഇനിയും ഒരു അള്ളാഹു അക്ബർ ചൊല്ലുടെ തക്ബീർ ചൊല്ലുടെ എത്ര ടൈം ബാക്കിയുണ്ട് അപ്പായിട്ടിക്കറ് സ്റ്റോപ്പായെങ്കിൽ അവളു സാധാരണ പെണ്ണിങ്ങെല്ലാം എന്താക്കിടറുകുന്നുണ്ട മഗ്രിബിൽ പിന്നെ കുളിച്ചിട്ട് മഗ്രിബിൽ പിന്നത്തെ മഗ്രിബ് നിസ്കാരം മാത്രം നിസ്കരിക്കുക, പിന്നെ കണ്ടിന്യൂ ആക്കണം. അങ്ങനല്ല, ആ അസർ നിസ്കാരം നിർബന്ധ. അസറും ലുഹുറ് ജമ്മാക്കുക അവിടെ നിസ്കാരായത് കൊണ്ടു അതിരൊട്ടിക്ക് ലുഹുറും എന്താക്കണു നിസ്കരിക്കും, നിർബന്ധ. ലുഹുർ അസർ രണ്ടും എന്താക്കണു നിസ്കരിക്കണം. ഇനി മറന്നെങ്കിൽ സുജൂതാക്കടേ, അതിപ്പോൾ ഒന്ന് അബാല് സുന്നത്ത് മറന്നെങ്കിൽ ഞങ്ങൾ സുജൂതാക്കണുണ്ട്. അബാല് സുന്നത്ത് ഏതല്ല, ഈ ഫസ്റ്റ് അത്തഹിയാത്തും അതേപോലെ കുനൂത്തും, ഈ രണ്ട് മറന്നെങ്കും സുജൂതാക്കിയെങ്കിൽ ಅದಕ್ಕೆ പരിഹാരമാടും. സുജൂദിൽ ചില സുബഹാനമൻ ലയനാമോല സുബഹാനമൻ ഒരുത്തരെ പരിശുദ്ധിയനാണ് പുകഴ്ത്തര, ലായനാമ ഓൺ ഉറങ്ങില്ല, വലയസോൺ മറക്കില്ല. പിന്നെ ജണ്ട് റുക്ക് ഒരാൾ തപ്പിട്ടാക്കിയെങ്കിൽ അത്തഹിയാത്ത് ഓതുറവിടെ ഫാത്തിഹ ഓതിയെങ്കിൽ, ഫാത്തിഹ ഓതുറവിടെ അത്തഹിയാത്ത് ഓതിയെങ്കിൽ, റക്കാത്ത് യാറായിപ്പോയെങ്കിൽ, ഒരാൾ റക്കാത്ത് യാറായിപ്പോയി അല്ലെങ്കിൽ റക്കാത്തിൽ സംശയമുണ്ട്, നാണിപ്പം 4 റക്കാത്തിലുള്ളമ 3-ാമത്തെ റക്കാത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഏതും കൊറോഡ്ലി ബൈക്കണം, ഏത് 3 കൊണ്ട് തീരുമാനമാക്കിയിട്ട് 4-ാമത്തെ റക്കാത്ത് നിസ്കരിച്ചിട്ട് പിന്നെ എന്താക്കണോ സലാം ഇട്ടേക്ക് മുന്നോളൂ ജണ്ട് സുജൂദ് ചെയ്യണോ. ഇനി അതേപോലെ സുജൂദ് തിലാവ ഓത്തൊരു സുജൂദ് ഉണ്ടോന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 14 പ്ലേസിൽ ഓത്തൊരു സുജൂദ് ഉണ്ട്. അത് ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാം സുജൂദാക്കിയെങ്കിൽ മാമൂ സുജൂദാക്കണോ, ഇമാം സുജൂദ് ആക്കില്ലെങ്കിൽ മാമൂ സുജൂദാക്കോ തീരാ. ഇനി ഞങ്ങൾ ഖുർആൻ ഓദ്യോണ്ടിരിക്കുമ്പോൾ അവർക്ക് സജാദാണ്ട് സുജൂദ് ആയത്ത് ബന്ത് അതിലൂടെ ഒരു അഡ ഗരക്കിടഞ്ഞ ഒരു ഇതെല്ലാം കാണ്ടു കൊന്തവിടെ സജാദാൻ സൈഡിൽ എഴുതിട്ടിക്കറ് 14 പ്ലേസിലുണ്ടത്. ആ പ്ലേസ് ബറും എന്താക്കണു അപ്പമേ മുസാഫോടെ ബേക്കോണു, നിയത്ത് ബേക്കോണു. ನಾನು സജദര സുജൂദാക്കര നിയത്ത് വെച്ചിട്ട് അള്ളാഹു അക്ബർ കൈ കെട്ടണു, പിന്നെ പാടവർ അള്ളാഹു അക്ബർ ടാക്കിയിട്ട് എന്താക്കണു സുജൂദ് പോണു. സുജൂദുലു സജദ വജിഹി സഖ സമീ ബസരി ബി ഹൗലി വഖുവതി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത് ചൊല്ലണം. അത് ചൊല്ലു തെരിഞ്ഞില്ലെങ്കിൽ അത് ചൊല്ലു സുന്നത്തായിട്ട് കയറി. പിന്നെ സുജൂദ് ആക്കിയെങ്കിൽ ഇബ്ലീസ് പോലും എന്താണ് ഭയങ്കര കറയുണ്ട് പഠിച്ചിട്ട്, നാണ് അള്ളാഹു സുജൂദാക്കി ചെന്നപ്പോൾ ആ സുജൂദാക്കിയിട്ടില്ല, ഓൺ അള്ളാഹു സുജൂദാക്കി ചെന്നിട്ടു ബുറുപ്പിടുവാ ദൂരം ഓടുവാണ്ട് പേടിച്ചിട്ട്. അപ്പം പിന്നെ എന്താക്കണു എണിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം ഇട്ടണു. സാധാരണ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതായെങ്കിൽ എന്തിരെ ഓതിയെങ്കിൽ ഈ തിലാവത്തിലെ ആയത്ത് ഓതിയെങ്കിൽ. അതേപോലെ ഓതകൂർവേല ഓർത്തക്ക് സൗകര്യം ആയില്ലെങ്കിൽ
സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നിട്ട് 4 ബട്ട ചൊല്ലണം. അതിപ്പോ പള്ളിക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ട് തഹിയത്ത് നിസ്കരിക്കുക ഞങ്ങൾക്ക് ആയില്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യമായെങ്കിൽ അപ്പം ഈ 4 ബട്ട ചൊന്നെങ്കിൽ അതൊക്കെ സമാവോടുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. പിന്നെ ശുക്ർ സുജൂദ് എന്നെങ്കിൽ നന്ദി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരാൾക്ക് കുറേ കാലമായിട്ട് രോഗമായിട്ട് സഡന് സുമാറാകുമ്പോൾ അതിൾക്ക് പടച്ചോങ്ക് നന്ദിയായിട്ട് സുജൂദായിട്ട് ശുക്ർ സുജൂദുണ്ട്. അതേപോലെ എന്തെങ്കിലും എന്താണ് വേറെ ഒരാൾ ഭയങ്കര ഒരു രോഗം കൊണ്ട് ഭയങ്കര ഒരു കാണുമ്പോൾ ബേജാറാവും അവിടെ സ്ഥിതിയിൽ ഒരാളെ കാണുന്നുണ്ട്, അങ്ങനത്തെ അങ്ങനെ കാണുമ്പോൾ പടച്ചോണ്ടൊക്കെ ഇങ്ങനത്തെ തന്നിട്ടില്ലല്ലേ ചെന്നിട്ട് അങ്ങ് ആക്കടെ സുജൂദായിട്ട് കയറി ശുക്ർ സുജൂദുണ്ട്. ഇനി വജ്ജഹത്തു ഈ ഞങ്ങൾ തറാവി നിസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതുണ്ട്. വജ്ജഹത്ത് ഓതൊക്കെ സുന്നത്തുണ്ട്. എല്ലാ സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹത്ത് സുന്നത്തുണ്ട്. പക്ഷെ തറാവിയിലെല്ലാം ഞങ്ങൾക്ക് വജ്ജഹത്ത് ഓതൊക്കെ ടൈം ചെയ്യാത്തല്ല കിട്ടാത്തത് കൊണ്ട് മമ്മിങ്ങാങ്ങും ഇമാമിക്ക് ഇപ്പം ഫാസ്റ്റ് വേണമല്ല. അതുകൊണ്ടിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അതൊക്കെ എന്താക്കണം, സുബ്ഹാനകല്ലാഹു വബിഹംദിക്കാണ്ട് ಅದರ ಬದಲಿಗೆ ഞങ്ങൾ ചൊന്നെങ്കിൽ വജ്ജഹത്ത് ചെല്ലാത്തത്ര ഇത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും ചൊല്ലുന്നുണ്ട്. അത്രയെങ്കിലും സുബ്ഹാനകല്ലാഹു വബിഹംദിക്കാണ്ട് സുബ്ഹാനകല്ലാഹു വബിഹംദിക റബ്ബനാ ലക്കൽ ഹംദു ഉണ്ട്. അത്രയെങ്കിലും ചൊല്ലണം. ഇനി തറാവിയിൽ ദയിക്കട സിസ്റ്റമോ ചമ്മേൽ തറാവിയിൽ ഇപ്പോൾ ഫസ്റ്റ് ജനറക്കാത്തിൽ എന്തിനാക്കിടാറ് സാധാരണ എന്തൊരു മേൽ ദയിക്കിടാറ്, എങ്ങനെ കാലിൻ്റെ മേലെ ദയിക്കിടാറ്. ലാസ്റ്റ് പിന്നെ 4ാമത്തെ റക്കാത്താവുമ്പോൾ നെക്സ്റ്റ് ജനറക്കാത്തിൽ നെൽത്തിൽ ദയിക്കിടാറ്. അങ്ങനെയല്ല, എല്ലാത്തിലും സലാം മീറ്റർ അത്തഹിയാത്ത് ഏതെല്ലാം ഉണ്ടാ അതെല്ലാം നെൽത്തിലേ ദയിക്കും. സലാം വീട്ടകും ഇല്ലാത്ത അത്തഹിയാത്ത് ഏതുണ്ടാ അത് എന്താക്കണം, കാലിൽ ദയിക്കണം. സാധാരണ കാലിൽ ഫസ്റ്റ് അത്തഹിയാത്ത് ദയിക്കുന്ന സിസ്റ്റമായിട്ട് കയറി. അതിപ്പോൾ ഞങ്ങൾ സഹുവിന് സുജൂദ് ഒരാൾ കിടകൊണ്ടു എന്നെങ്കാവും എങ്ങനെ ദയിക്കണു അത്തയ്യാത്ത് ഓതിയോണ്ടുള്ള ഒരാൾ അയാൾക്ക് സഹവിര സുജൂദ് ആക്കുകൊണ്ട് എന്നെങ്കും അയാൾ എന്ത് ദയിക്കും, നിലത്തിൽ ദയിക്കോ ഇല്ല. ലാസ്റ്റ് അത്തയ്യാത്ര സിസ്റ്റം ദയിക്കറല്ല, കാലിലെ ദയിക്കണം. അയാൾ പിന്നെ സുജൂദാക്കിയിട്ട് പിന്നെ എന്താക്കടെ സലാം മീറ്ററല്ലേ. അപ്പോൾ ഏത് ലാസ്റ്റ് അത്തയ്യാത്ത് വേണ്ട അതുക്ക് മാത്രം എന്താക്കടെ സലാം മീറ്റർ അത്തയ്യാത്ത് ഏതുണ്ട് അതിൽ മാത്രം നിലത്തിൽ ദയിക്കുക, ബാക്കിയെല്ലാം കാലിൽ ദയിക്കണം. ഇനി പള്ളിക്ക് വന്നോണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ പള്ളിയൊക്കെ ഒലുവല്ലാക്കി നൊളുമ്പോൾ അവിടെ നിസ്കാര എന്തായിട്ടുണ്ടു, നിസ്കാര റുക്കൂൽ ഇമാമുണ്ടു, അല്ലെങ്കിൽ അങ്ങനെ എന്തുണ്ടു. ഇപ്പോൾ റുക്കൂലുണ്ടു, റുക്കൂ തപ്പാട്ടിട്ടാണ്ട് ഓടിയോണ്ട് നടന്നോണ്ട് പറഞ്ഞാണ്ട് അവിടെ എങ്ങനെ വിധി അങ്ങനെ ചെന്നെങ്കിൽ പള്ളിയുടെ ഉൾക പറയുമ്പോൾ സമാധാനത്തിൽ പറഞ്ഞു. സാധാരണ മീഡിയം എങ്ങനെ നടന്നുകൊണ്ടുമ്പോൾ അതേ നിലക്ക് പറഞ്ഞു ഓടിയോണ്ട് തീരാ. അപ്പം നബി തങ്ങ ഹദീസ് സ്പെഷ്യലായിട്ട് ചെന്നൊരു ആ പള്ളിയുടെ ഉൾക അങ്ങനത്തെ ഇമാമു ഇതിലേക്കുമ്പോൾ റുക്കൂലായതിലേക്കുമ്പോൾ നിങ്ങൾ നടന്നുകൊണ്ട് സമാധാനത്തിലെ പറഞ്ഞു അർജൻറ്റ് ഓടിയും തീരാ. നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ട് അത്ര മെയ്യവിടെ അതിൽ നിങ്ങൾ എന്താക്കണം കൂടുറുണ്ട്. പിന്നെ ഒലുവാക്കിയോണ്ട് ഔത്തിൽ ഒലുവാക്കറണല്ലമ്മ പള്ളിയിൽ ഒലുവാക്കറവണല്ലമ്മ കേട്ടെങ്കിൽ പള്ളിയിൽ ഒലുവാക്കറായിട്ട് ഏറ്റവും ശ്രേഷ്ഠത അല്ല, ഔത്തിൽ ഒലുവാക്കറതായിട്ട് ഏറ്റവും ശ്രേഷ്ഠ. ഔത്തിലെ ഒലുവാക്കിയിട്ട് എന്താക്കണം പോകണം. അങ്ങനെ ആയിട്ട് ഹദീസിലല്ലോ ഔത്തിൽ ഒലുവാക്കി പോയെങ്കിൽ ആയിട്ട് കൂലിൻ്റെ ആ കുറേ മഹത്വല്ലേ അതിൽ ചെന്നിട്ടില്ലേ. ഔത്തിലെ ഒലുവാക്കിക്കൊണ്ട് പോകണു. അതേപോലെ അതായിരിക്കും ശ്രേഷ്ഠത. സുന്നത്ത് നിസ്കാര പള്ളി നിസ്കരിക്കുന്ന ശ്രേഷ്ഠമ ഔത്തിൽ നിസ്കരിക്കുമ്പോൾ ശ്രേഷ്ഠമ കേട്ടെങ്കിൽ ഞങ്ങൾക്ക് ഔത്തുകല പോയെങ്കിൽ അപ്പരേപ്പറ അവിടെ ചിലപ്പോൾ നിസ്കാരമേത്ത് അപ്പുറമുണ്ടായെങ്കിൽ വേഗം പള്ളിയിൽ നിസ്കരിക്കണല്ലേ. അല്ലെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠത സുന്നത്ത് നിസ്കാര ഔത്തുലായിട്ട് കയറി ഔത്തുൽ നിസ്കരിക്കാനായിട്ട് കയറി ഏറ്റവും ശ്രേഷ്ഠത സുന്നത്ത് നിസ്കാര. അള്ളാഹു ചെന്നത് കേട്ട സ്വാലിഹ റമല സ്വീകരിക്കുന്ന റഹ്മാനെ നാളെ മജൽ ട്രസ്റ്റ് ആയിട്ട് കയറി ഇതിരെ ഈ റമദാൻ മാസത്തിൽ ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ട് ഓൺലൈൻ ക്ലാസ് ആ ഒരു ട്രസ്റ്റ് മെമ്പർമാർക്ക് എല്ലാവർക്കും അങ്ങനെ ഫാമിലിമാർക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും എല്ലാ സന്തോഷവും നൽകട്ട്. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ മാഫാക്കി കൊടുക്കണേ റഹ്മാനെ. ആ ഫാമിലിയിൽ എല്ലാവിധ അഭിവൃദ്ധിയും ബർക്കത്തും സന്തോഷവും നീ നൽകണേ റഹ്മാനെ.